കാച്ചിൽ, കാവുത്ത്, കുത്തുകിഴങ്ങ്, മൂന്ന് വാക്കുകൾ പറഞ്ഞെങ്കിലും ഇത് ഒരു സാധനം തന്നെയാണ്, പല പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പം ഞാൻ ഇത് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു ഇത് വെച്ചു കൊടുത്താണ്, പടങ്ങ് എന്ന് പറയും. അപ്പം കണ്ടോ, എൻ്റെ ഒരു പഴയ വാഴ കുഴി ശരിയാക്കി എടുക്കണം കണ്ടോ. അപ്പോൾ അവിടുത്തെ പുല്ലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മളുടെ സ്പ്രിംഗ്ലറിൻ്റെ ഡിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പാണ് ഈ ബ്ലാക്ക് ട്യൂബ്. അത് നമ്മൾ കൊത്തു കൊള്ളാണ്ടിരിക്കാൻ മാറ്റിയിട്ടതാണ്. അപ്പോൾ ഉണ്ടോ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് വാഴ മാങ്ങ് പറിച്ച് കളയണം, കണ്ടില്ലേ, കേട് വന്ന വാഴമാങ്ങ് പറിച്ച് കളയാം. ഇനി ഇവനൊന്നും കൂടിയും ശരിയാക്കിയിട്ട് നമ്മളുടെ പാളയുടെ ഇലകൾ ഇതൊക്കെ വെട്ടി നിറയ്ക്കണം. ഇതാണ് ഇരുമ്പമ്പുളിയുടെ ഇലയൊക്കെ വെട്ടി നിറച്ച് ഇതിനൊന്ന് സ്പോഞ്ച് പോലെ ആക്കണം. അപ്പോൾ പ്ലാവിൻ്റെ ഇല, ഉണങ്ങിയ ഇല, ജാതിക്കയുടെ ഇല, ഇതൊക്കെയാണ് ഈ കുഴിയിലിട്ട് നിറയ്ക്കണം നമ്മൾ. ഇത് വാഴയുടെ ഇതൊക്കെ കണ്ടില്ലേ, വാഴക്കയ്യും ഇലയും ഉണങ്ങിയത്. ഇത് ജാതി മരത്തിൻ്റെ ഇലയാണ്. ഇതൊക്കെ വെട്ടി നിറച്ചിട്ട് ഒരു 1.5 അടി താഴ്ചയിലുള്ള ഒരു കുഴിയാണിത്. 1 അടി 1.25 അടി ഒക്കെ ഉണ്ടാവും ഇതോ. അപ്പോൾ നമ്മളുടെ കരിയിലകളൊക്കെ വെട്ടി എല്ലാം ഇട്ട് ഒന്ന് ചവിട്ടി കൂട്ടണം, ഒന്ന് അമരാൻ വേണ്ടിയിട്ട്, അതായത് ഒന്ന് ടൈറ്റാൻ വേണ്ടിയിട്ട് കണ്ടോ. അല്ലെങ്കിൽ മണ്ണിടുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീഞ്ഞിട്ട് അങ്ങോട്ട് താഴ്ന്നു പോകും. അപ്പോൾ ഇഷ്ടം പോലെ പാള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ കണ്ടത്, കവുങ്ങിൻ്റെ ഇലകൾ, ഇതൊക്കെ ഒന്ന് പൊളിച്ചിടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വല്ല വെള്ളം അങ്ങനെ ചെന്ന് കഴിഞ്ഞാലേ അവിടെ അങ്ങനെ ഇതായിട്ട് കിടക്കും. അപ്പോൾ കൊതുക് വരും. അപ്പോൾ ഇതാണ് ഈ പാളയുടെ തൊട്ടി, കണ്ടില്ലേ, പാള കൊണ്ടുണ്ടാക്കിയ തൊട്ടിയാണ്. അതിലാണ് നമ്മളുടെ കാച്ചില്, കാവുത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാവുത്ത്, കാച്ചില്, കൂർക്ക, ഇവ സാധനങ്ങളൊക്കെ നമ്മളുടെ പ്രകൃതിയുടെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അത് മുളച്ചിടും. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ അകത്തിരിക്കാവുന്ന ഏത് കാച്ചില്. അപ്പോൾ ചാണകം, നല്ല ഉണക്ക ചാണകപ്പൊടി അത് ഇട്ട് കൊടുക്കണം കണ്ടോ. അപ്പോൾ സബിത പറയണം ഇത്ര വരുത്തൊന്നും ഉണ്ടാ, കുറച്ച് മതിയില്ലേ എന്ന്. അപ്പം ഞാൻ ഒരു 50 രൂപയ്ക്കുള്ള വളങ്ങിലിടാം, നമുക്കൊരു 10 കിലോ ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 50 കിലോൻ്റെ വളത്തിന്, അല്ല 50 രൂപയുടെ വളം 10 കിലോ കിട്ടുകയാണെങ്കിൽ ഒരു 600 രൂപ ഏറ്റവും കുറഞ്ഞ് കിട്ടും. അപ്പം അതിൻ്റെ ഇതിന് കണ്ട, നമ്മൾ 1 മണിക്കൂറൊന്നും വേണ്ട, വെറും അരമണിക്കൂർ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 500 രൂപ കണ്ടില്ലേ. അപ്പോൾ നമ്മളുടെ ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ കാച്ചിൽ കണ്ട മുളച്ച കണ്ട, ഇത് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിൽ കാലാവസ്ഥ മാറുമ്പോൾ തന്നെ നമ്മുടെ കാച്ചിലിന് മനസ്സിലാവും ഇത് മുളച്ചു തുടങ്ങുന്നത് കണ്ട. അപ്പം ഞാൻ മുള വന്നു ഇവിടെ കുഴിച്ചിടാണ്. ചാണകപ്പൊടി, നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് മൂടി കൊടുക്കണം കണ്ടോ. അപ്പം ഇത് ഉണങ്ങിയ മുള വന്നിട്ടുള്ള കാവത്താണ്, അതുകൊണ്ട് നമ്മൾ ചാണകപ്പൊടിയൊക്കെ തൊട്ടടുത്ത് ഇട്ടുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. മഴ പെയ്യുമ്പോൾ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് മുളച്ചു വന്നോളൂ. അപ്പം ഇതിന് കൂടുതലുണ്ട്, അത് മുറിച്ച് കളയണം. അപ്പോൾ ഇത് കറി വെച്ചിട്ട് ബാക്കി ഇങ്ങനെ മുറിച്ച കാരണം കണ്ട അല്പം അതിൻ്റെ ഉള്ളൊക്കെ ഉണങ്ങിപ്പോയി. അത് കുഴപ്പമില്ല, നമുക്ക് മുളച്ച് വന്നാൽ മതി. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറാണ് പണിയുള്ളൂ. ഇത് അടിപൊളി ഫുഡാണ് സാധനം. നമുക്ക് കണ്ട ഇത് നോക്കിയാൽ മുള, ഇത് നമ്മൾ വെള്ളം നനയ്ക്കുന്നത് വേണ്ട, തനിയെ കാലാവസ്ഥ കണ്ട, മഞ്ഞുകാലം കഴിഞ്ഞ് മഴക്കാലത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ വീടിനകത്തിരിക്കുന്ന കാവുത്ത്, കൂർക്ക, ഇതൊക്കെ തന്നെ മുള പൊട്ടും. അപ്പോൾ കണ്ടില്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രകൃതിയിൽ തന്നെ
തനിച്ച് തന്നെ വേണം കണ്ടോ. അപ്പം ഞാൻ ഈ കുഴിയൊക്കെ ചാണകവും ഇതൊക്കെ ഇട്ടിട്ട് മൂടി. ഇനി സ്പ്രിങ്ക്ലറിൻ്റെ പൈപ്പ് ഇവിടെ കൊടുക്കണില്ല, കൊടുക്കാൻ പിന്നെ സ്ഥിരം നനച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മളുടെ മാവിനും പ്ലാവിനൊക്കെ ഉള്ള വെള്ളം മാത്രമേ വയ്ക്കണുള്ളൂ കണ്ടോ. പ്ലാവ് എന്ന് വെച്ചാൽ നമ്മളുടെ വിയറ്റ്നാം മേർലി അങ്ങനെയുള്ള ഒരു കൊല്ലം 2 കൊല്ലം കൊണ്ട് കായ്ക്കണ പ്ലാവാണ് അത്. അപ്പോൾ അതിന് വെള്ളം വേണം, വളം വേണം. അപ്പോൾ നഷ്ട കച്ചവടമാണ് നമ്മൾ ഈ ഒട്ടുപ്ലാവ് ഇങ്ങനത്തെ മേടിച്ച് വയ്ക്കുന്നത്. വെള്ളം നനയൊന്നും ഇല്ലെങ്കിൽ സാധനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഈ കാച്ചിലും കാവത്തൊക്കെ കണ്ടോ, ഇനി നല്ല വെയിലത്ത് കിടന്നിട്ട് ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിട്ട് മൂടി വയ്ക്കണം. അപ്പോൾ ഒരു മഴ ഇങ്ങനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നനയും ചെയ്യും, പിന്നെ നമ്മളുടെ കാച്ചിൽ കാവത്ത് കൊണ്ട് മുളച്ചു വന്നോളും. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുണ്ട്. അപ്പോൾ കണ്ടോ ഈ വാഴ തങ്ങട് മെച്ചപ്പെട്ടില്ല, കാരണം ഇവന് വളം ഇട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വാഴയുടെ കുഴി നമ്മുടെ ഹിറ്റാച്ചി വന്നിട്ട് കുഴി കുത്തിയാണ്, അതുകൊണ്ട് നല്ല താഴ്ചയാണ്. അതിൽ ഞാൻ ഇവിടെ ചപ്പ് ചവറുകൾ മുഴുവൻ ഇട്ട് കൊടുക്കണം കണ്ടോ. നമ്മളുടെ പൈനാപ്പിള് പൂവിട്ടിട്ടുണ്ട്. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് പരിപാലിക്കാത്ത കാരണം ഇവൻ അങ്ങോട്ട് ശോഷിച്ച് നിൽക്കണം. അപ്പോൾ ഈ വാഴക്കുഴി നിറച്ച് നമ്മൾ കരിയിലകൾ ഇട്ടു, അതിനുശേഷം മൂടണം. അപ്പോൾ നമുക്ക് ഈ വാഴമെന്ന് കുറച്ച് വളകിട്ട് മൂടി കഴിയുമ്പോൾ വാഴമെന്ന് കായക്കൊലയും കിട്ടും, നമ്മളുടെ കാവുത്തും നട്ടു കൊടുക്കണം. അപ്പോൾ ഉണ്ടോ ഒരു 50 രൂപയ്ക്കുള്ള വളം ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ ഈ വാഴ കണ്ടില്ലേ, ഒരു 1.5 ചട്ടി ഒരു 70 രൂപയ്ക്കുള്ള 75 രൂപയ്ക്കുള്ള വളം ഇട്ടുണ്ട്. അപ്പോൾ കുറച്ച് വളമൊക്കെ നമ്മളുടെ വാഴ ഈ പുതുമഴ പെയ്യുമ്പോൾ അങ്ങോട്ട് വലിച്ചോളും. അപ്പോൾ ഇതിനെ നനയ്ക്കണില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാഴക്കൊലകൾ 2-3 ഉണ്ടായിട്ടുണ്ട്. ഇത് ആയം പോലെ ഉണ്ടായാൽ മതി. നമ്മൾ ഒരു പ്രാവശ്യം നനച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആഴ്ചയിലെങ്കിലും നനയ്ക്കണം, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇത് നന കൊടുക്കാണ്ട് വെച്ചാണ് സാധനമാണ്. ഇതാണ് നമ്മളുടെ കാച്ചിലിൻ്റെ കഷ്ണങ്ങൾ. അത് കറി വെച്ചിട്ട് സബിതേൻ്റെ വലിയ കഷ്ണങ്ങളൊക്കെ ഓരോ കിലോ ഉള്ളതൊക്കെ 3/4 കിലോയും കറി വെച്ചു, ബാക്കി വെച്ചാൽ ഇതൊക്കെ കണ്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കുഴിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ കുഴിയിൽ നമ്മൾ ഒരു അധ്വാനം ചെയ്യാണ്ട് തന്നെ വാഴയുടെ കുഴിയിൽ തന്നെ ഈ സാധനം കൂടി സൈഡിലൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ കാച്ചിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മുളച്ച് മാവിൻ്റെ മുകളിൽ കയറിക്കോളും, വാഴ ഇവിടെ താഴെയും കണ്ടോ. ഇതാണ് കാച്ചിലിൻ്റെ ചെറിയ കിഴങ്ങുകളാണ്. ഇതൊക്കെ കറി വെച്ച് തിന്നാണ്, ബാക്കിയാണ്. അപ്പോൾ തൊരപ്പനലി മാന്തണ പോലെ നമ്മളിങ്ങനെ മാന്തി ഇട്ടതൊക്കെ വെച്ച് കൊടുത്ത് കണ്ടില്ലേ, പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി 2 കഷ്ണം കൂടി ഉണ്ട്. അപ്പം ഇനി കുറച്ചും കൂടി മണ്ണ് വെട്ടിയിട്ട് ഈ കുഴി അങ്ങോട്ട് മൂടണം. അപ്പോൾ നമ്മളുടെ സ്പ്രിങ്ക്ലറൊക്കെ അഴിച്ചിട്ടൊക്കെ ആകുന്നു, അതൊക്കെ ജോയിൻറ്റ് കൊടുത്തതാണെങ്കിൽ ഇന്നത്തെ പണികൾ ഇപ്പോൾ അവസാനിക്കും. അപ്പോൾ സബിത അവിടെ നിന്നിട്ട് പറയണ്ട അതൊക്കെ ജോയിൻറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ എനിക്ക് മോട്ടർ അടിക്കാൻ പറ്റില്ല, ഇവിടെയൊക്കെ വെള്ളം കുറേ പോവും. സംഗതി ശരിയാണ്. അപ്പോൾ കുറച്ച് കരിയിലകളൊക്കെ കൊണ്ടുവന്നിട്ട് ജാതിയുടെ കൊമ്പ് അതൊക്കെ ഉണങ്ങിയതൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കടക്കിട്ട് കൊടുക്കണം. അപ്പോൾ ഈ വേനൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 1 മാസം 2 മാസം മഴയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ 1-2 മഴയൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ തണുപ്പ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ട് മൂടി വയ്ക്കുന്നത്. ഈ ചവറ് കരിയില അല്ലെങ്കിൽ ഉണക്ക ഇലകൾ കണ്ടില്ലേ. അതിട്ട് മൂടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം.
അതും വലിയ കാശൊന്നാവില്ല. ഒരു 10 രൂപ അല്ലെങ്കിൽ 12 രൂപയ്ക്കാണ് കിലോയ്ക്ക് ചിലവുള്ളൂ കേട്ടോ. ഇത് മുളച്ച ഈ മാവിൻ്റെ മുളയ്ക്ക് നോക്കുള്ളൂ, നമ്മളിനി ശ്രദ്ധിക്കണ്ട. അപ്പം ഇതൊരു ജാതിമരം വെട്ടി കൊണ്ടുവന്നിട്ട് അത് ഇവിടെ വയ്ക്കാൻ വേണം കേട്ടോ. ഇതാണ് എൻ്റെ വേപ്പ് മരത്തിൻ്റെ കപ്ലിങ്, എന്താ പറയുക, കമര. ആ കമരയുടെ ഉള്ളിൽ ഇത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു യു ഷേപ്പാണ്, അതിൽ ഒരു തല, അതിൻ്റെ കടഭാഗം കനം കൂടിയ വശം ഞാൻ അവിടെ കയറ്റി വെച്ചു. ഇനി അടയ്ക്കാമരത്തുമ്പോൾ ഈ തല വെച്ച് കെട്ടണം കേട്ടോ. ഈ ഭാരം കുറഞ്ഞ തല ഇവിടെ വെച്ച് കെട്ടണം, കയറിട്ട് കെട്ടി. ഇനി നമ്മളുടെ താഴെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇതേ പിന്നിൽ കാണുന്നില്ലേ ഈ തടിയുടെ അറ്റത്ത് ഇങ്ങനെ ഉണ്ടോ, വേപ്പ് മരത്തിൻ്റെ പിന്നിലുള്ളതാണ് പാഷൻ ഫ്രൂട്ട്. അതൊക്കെ ഞാൻ ഒരു കയർ മാത്രമേ വെച്ച് കെട്ടിയിട്ടുള്ളൂ, ഒരു കയർ മാത്രം. നമ്മുടെ പണ്ടൊക്കെ ഒരു കയർ കെട്ടിയിട്ട് ഇത് നമ്മുടെ സൈക്കിൾ ചവിട്ടും. ഈ തെരുവ് സർക്കസുകാർ അങ്ങനെ ചവിട്ടും. കണ്ടില്ലേ എൻ്റെ പാഷൻ ഫ്രൂട്ട്? അപ്പോൾ തെരുവ് സർക്കസുകാരുടെ പോലെ തന്നെ അതിലൊക്കെ വള്ളികൾ തൂങ്ങി ആടണം. അപ്പോൾ ഇത് ഇവിടെ വെച്ച് കെട്ടിയാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഒരു ചെറിയ കയറ്, അതായത് ചകിരിക്കയറ്, തെങ്ങിൻ്റെ നാളികേരത്തിൻ്റെ ചകിരി പൊളിച്ച് അതിൻ്റെ നൂല് കൊണ്ടുള്ള ഫൈബർ കൊണ്ടുള്ള ചകിരി കയറാണ് കെട്ടുക. അപ്പോൾ നമ്മുടെ പറ്റി പിടിച്ചിട്ട് നമ്മളുടെ പയറുചെടിയും പാഷൻ ഫ്രൂട്ടൊക്കെ ഈ തടിമ കയറും. ഈ ഉണങ്ങിയ കണ്ടില്ലേ, ഈ ക്രോസ് ചെയ്താണ് വെച്ചാണ് തടിമ കയറിയിട്ട് അവിടെ തൂങ്ങി കിടന്നോളും. അതുപോലെ തന്നെ നമ്മളുടെ കാവുത്ത് മുളച്ചു വരുമ്പോൾ ഇതുമാതിരി ഒരു വള്ളി കെട്ടിയാൽ മതി. ഇതാണ് പാഷൻ ഫ്രൂട്ട്. കണ്ടില്ലേ, ഇത് മത്തങ്ങൻ്റെ തയ്യാണ് ആ മുളച്ചത്. അതൊക്കെ ഈ നിലത്തോടെ അങ്ങോട്ട് വളർന്നു പോകും. പാഷൻ ഫ്രൂട്ട് മണ്ണിൽ ഉണ്ടാവില്ല, അത് നേരെ മരത്തമ്മേലേക്ക് കയറി വള്ളി ആണ് അത്. അപ്പോൾ ഒരു കുഴിയിൽ തന്നെ നമ്മൾ പാഷൻ ഫ്രൂട്ടും ഉണ്ട്, മത്തങ്ങ വള്ളി ഉണ്ട്, പയറുണ്ട്. അപ്പോൾ ഇതിവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുത്തുകിഴങ്ങ് മുളയ്ക്കുമ്പോൾ ഇതുപോലെ അതുപോലെ ചാടി കയറങ്ങോട്ട് മുകളിലേക്ക് പൊക്കോളും. നമ്മളൊന്നും ചെയ്യണ്ട, അവനെ കെട്ടി കൊടുക്കുക, ഇതൊന്നും ചെയ്യണ്ട. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് കെട്ടി കൊടുക്കൊന്നും വേണ്ട, ഒരു കയറ് കെട്ടിയാൽ മതി, തന്നെ അങ്ങോട്ട് അതിൻ്റെ സ്പ്രിങ് വെച്ചിട്ടാണ്ട് കയറിപ്പോക്കോളും. അപ്പോൾ കാവുത്തിന് സ്പ്രിങ് ഇല്ല, അങ്ങനെ ഒരു സ്പ്രിങ് ഉണ്ട്, അതുമ്മ കെട്ടിയിട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട്, പാവയ്ക്ക അതൊക്കെ. പക്ഷെ നമ്മളുടെ പയറും കാവുത്ത് ഈ കാച്ചിലൊക്കെ അതിന് ഈ സ്പ്രിങ് ഒന്നുമില്ല, പിടിച്ചു കയറില്ല. അത് ഈ വടി അങ്ങനെ കിട്ടിയാണെങ്കിൽ നമ്മളെ ചുറ്റി കയറാണ്. നമ്മളുടെ പാമ്പൊക്കെ ചിറ്റിയാണ് കയറുക. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ